ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നേ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ മുമ്പേ ആക്കിയോണ്ടുണ്ടായി, അതും ക്യാൻസലായി, പിന്നെ ഒന്ന് ആക്കി അതും ക്യാൻസലായി. അതുകൊണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ പേര് ചാനലിൻ്റെ പേരെല്ലാം ചേഞ്ച് ആക്കി. അങ്ങനെ എൻ്റെ പേര് ഗീത, രാധിക എൻ്റെ പേര്. അങ്ങനെ ഇനി അമ്മ വരണം, അമ്മേൻ്റെ ഒരു വരട്ടെ, എല്ലാവരും വന്നിട്ട് എല്ലാവരും പരിചയപ്പെടുത്തണം. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് പോകാം. ഹലോ, നമുക്കിന്ന് ഒരു ചെറിയൊരു ബസലുണ്ട്, ബസല തൈ. അപ്പോൾ ആ തൈക്ക് ഒരു പന്തലിട്ട് കൊടുക്കണം. അത് കുറച്ച് പൊങ്ങി വരാൻ നേരത്ത് അത് ഇത് പന്തലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇന്ന് ആ ബസലിൻ്റെ പന്തൽ ഇടാം. ഇതാണ് ഇത് ബസല്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇത് ഈ നമ്മൾ ജോളമില്ലേ, ജോളത്തിൻ്റെ വിത്തിട്ട് കൊടുത്തത്. അത് നോക്കുമ്പോൾ നല്ല പാങ്ങിൽ വന്നു. അപ്പോൾ ഇവിടെ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ആവുമ്പോൾ ഇവിടെ നല്ലതുപോലെ ആവില്ല. എന്താ പറഞ്ഞാൽ ഇത് കുറച്ച് അങ്ങോട്ട് കുശളം ക്രോസ് എടുത്താണ് ആവുന്നത് ജോള. ഇപ്പം ഇതിൽ ആയാലും കൂടിയിട്ട് ഇത്രത്രേ നീളാവുള്ളൂ. നല്ല നമ്മൾ നല്ല ഈ റൈത്തമാരെ പറയില്ലേ, കൃഷിയാക്കുന്നവരാക്കിയെങ്കിൽ അത് നല്ല ഇത്ര നീളമായിട്ട് നല്ല ഇത്ര വണ്ണമായിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ നട്ടപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. നോക്കാം ഇതെങ്ങനെ കായാവും എന്നല്ല നോക്കണം അല്ലേ. അപ്പോൾ ഇത് ഒരു കുറച്ചും കൂടി മേലെ എകരം വന്നാൽ ഇതിൽ ജോളം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ബസല തൈ ഫസ്റ്റേ നട്ടിട്ടുണ്ടായത്. അപ്പം നമ്മൾ അവിടെ താഴെ വീട്ടിലുണ്ടാവുമ്പോൾ അവിടുന്ന് കൊടുന്നിട്ട് നട്ടത് നല്ല പാങ്ങിലൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനൊരു പന്തലിട്ട് കൊടുക്കാം നമുക്ക്. അതെ. അപ്പൊ ഇതിന് 4 കമ്പം വേണം. അപ്പോൾ നമുക്കിത് കമ്പെല്ലാം റെഡിയാക്കാം. അതെ. അപ്പൊ ഇത് കമ്പ് പറഞ്ഞാൽ ഇതിന് ഇവിടേക്ക് ഒരു കൗട്ട മാതിരി ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഇതിന് മേലേക്ക് ഇനി വെക്കാനെല്ലാം ഉണ്ട്. അപ്പൊ അത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതിന് വേണ്ടിയിട്ട് നല്ല അങ്ങനത്തെ ഉള്ള കൊക്കകൾ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മണ്ണ് കുറച്ച് ലൂസ് ഉള്ള കൊണ്ട് പൊടി മണ്ണായതുകൊണ്ട് ഇതിനിങ്ങനെ നമുക്ക് കുറച്ച് ചൂർപ്പാക്കിയിട്ട് കുത്തി കൊടുത്താൽ മതി. ഇവിടെ ഒരു കുണ്ട് കുഴിച്ചിട്ട് ഇതിങ്ങനെ ആക്കിയാൽ മതി. ഇതാ പോണു. കുണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് കുണ്ട് നമ്മൾ ഉറക്കാനെ നമ്മുടെ ശക്തി എത്ര ഉണ്ട് അത്രയും ശക്തി ഇട്ടിട്ട് നമ്മൾ കുഴിച്ചിറക്കണം. എന്നാലേ ഇത് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ കാറ്റും മഴയും വരുമ്പോൾ ഇതെല്ലാം കൂടി താഴെ വീണ് പോകും. അതിനെ നമുക്ക് സ്ട്രെങ്ത്തോടു കൂടി കുത്തിയിറക്കാം. അതെ. സെറ്റാക്കി കൊടുക്കണം. കല്ലെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ കല്ലെല്ലാം ഇട്ടിട്ട് വേണം നമുക്കത് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ കമ്പായി. ഇനി നമുക്ക് 3 എണ്ണം അതേമാതിരി റെഡിയാക്കിയിട്ട് കാട്ടിക്കും. അപ്പൊ നമ്മുടെ 4 എണ്ണം ഇപ്പവും കുഴിച്ചിട്ടായി. ഇനി ഇതിന് മേലേക്ക് വെക്കാനുള്ള കോലുകളെല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം നമുക്ക്. ഇപ്പൊ ഇത് നടുക്ക് ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇതെന്തിനു പറഞ്ഞാൽ ഈ ബസള ഇതിലേക്ക് കേറാൻ പിടിച്ചു കൊടുക്കാൻ. പിടിച്ച് കെട്ടണം നമ്മൾ. അത് പിടിച്ച് അങ്ങനെ കേറില്ല. ഇപ്പൊ അമ്മു എനിക്ക് ഹെൽപ്പാക്കി തരുന്നുണ്ട്, ഇവിടെ ഹെൽപ്പാക്കുന്നുണ്ട് അല്ലേ. ഇതാ ഈ കോലുകളെല്ലാം ഇത് നേരെ ഉള്ള കോലുകൾ മാത്രം എടുത്താൽ മതി അമ്മ. ഇപ്പോൾ പോയിട്ട് കൊടുന്നത് ബസളയ്ക്ക് പന്തലിടാൻ വേണ്ടിയിട്ടായിട്ട് കൊടുന്നതാണ്. ഇപ്പോൾ ഞാനും അപ്പവും കൂടി പോയിട്ട് കൊടുന്ന് ഓഹോയ് എടുത്തിട്ട് പോകുന്നുണ്ട്. അമ്മക്ക് ഭയങ്കര മടി പണിയെടുക്കാൻ. കോല് വെച്ചോണ്ട്
നല്ലൊരു കോൽ വെക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കൊരു ചമ്മന്തി അരയ്ക്കണം പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ കാന്താരി മുളക് ചമ്മന്തിയാ അതെ. അമ്മു ആക്കുമോ? എപ്പോഴും ഞാനാക്കലല്ലേ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് നോക്കണല്ലേ. നമ്മളെ ആക്കി തിന്നാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അന്ന് ആക്കി തരണം നമുക്ക്, അല്ലേ? അത് നമുക്ക് നോക്കാം. കാന്താരി മുളക് കൊടുന്നു. ഓ ഇത്ര വേണോ? തിന്നാനാവുമോ? തിന്നാൻ പറ്റുമോ? പുളി മണക്കണ മതി. അപ്പോ അത്ര വേണ്ട അത് വേണ്ട. ആ മതി. എന്തത്? വെളുത്തുള്ളി. ഓ വെളുത്തുള്ളി ഇടണം അല്ലേ? വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് വേറെ പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി എല്ലാം ആയിട്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഇട്ടിട്ട് നമുക്ക് എടുക്കണം. ഇത് ഇപ്പോൾ ഗ്ലാസും കൊണ്ട് ഉടയ്ക്കണം അല്ലേ? അപ്പോൾ നിനക്കാവില്ല, അപ്പോൾ ഞാനേ ഉടയ്ക്കേണ്ടി വരും അല്ലേ? നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഇപ്പോഴേ മണം വരുന്നുണ്ട്. ആ എന്ത് കാന്താരിൻ്റെയും ഇത് പുളീൻ്റെതെല്ലാം, മുളക് വെളുത്തുള്ളി എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു മണമുണ്ട്. വായിൽ വെള്ളം വരുന്നുണ്ടാ? ലൈറ്റ. എനിക്ക് ഫസ്റ്റേ വായിൽ വെള്ളം വന്നു. ഇനി തിന്നാൻ നേരത്തെ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. നല്ല പഴുത്ത മുളകായത് കൊണ്ട് വേഗം ഉടഞ്ഞു. പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു, എന്നാൽ അത് റെഡി ആവണ്ടേ. വേഗമാവുന്നുണ്ട്. അപ്പം നമുക്കിനി പന്തലിൻ്റെ പണി റെഡി ആയിട്ടില്ല. ഇനി ചോറെല്ലാം കൊണ്ടിട്ട് പന്തൽ റെഡിയാക്കണം, ബസല പന്തൽ. നമുക്ക് ഇതിൻ്റെ ഈ പന്തലിൻ്റെ ഈ ഇതെല്ലാം വെച്ച് കൊടുക്കാം. അതെ. നമുക്ക് പന്തൽ ഇതെല്ലാം വെച്ച് കൊടുക്കണം. ഓരോരോ ഇത് അവിടെ വെക്കപ്പോ അപ്പൊ അങ്ങനെ നമ്മുടെ ബസല പന്തൽ റെഡി. അതെ, അങ്ങനെ നമ്മുടെ ബസല പന്തൽ റെഡിയായി. ഇനി വേഗം പെട്ടെന്ന് മേലെ കയറി പിടിക്കുമോ. ഈ പന്തലിടൽ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമുക്കിന്ന് ഇതൊരു നല്ലൊരു സന്തോഷമായി നമുക്ക് ഇതൊരു പന്തലെല്ലാം ഇട്ടത് കൊണ്ട്. അങ്ങനെ ഇന്ന് നമ്മളുടെ പന്തലെല്ലാം റെഡിയായി. ബസല പന്തൽ. ഇനി ബസലെല്ലാം റെഡിയായി. പിന്നെ നമുക്കത് എങ്ങനെ കറി വെക്കുന്നതെന്നെല്ലാം ഒന്ന് കാണിക്കാം. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.